السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم أما بعد. أهلا وسهلا ومرحبا بكم جميعا. നമ്മുടെ ഈ ക്ലാസ് ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടുള്ളതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് വിഭാഗം, വിദൂര വിദ്യാഭ്യാസ വിഭാഗം വഴി അഡ്മിഷൻ നേടിയ 2019 മുതൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളുടെ BA അറബിക്കിൻ്റെ 5ാമത്തെ സെമസ്റ്ററിലുള്ള ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്ലേഷൻ്റെ ഒരു തുടക്കം എന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. മദ്ഖലുൻ ഇല തർജമയിലേക്ക്, ട്രാൻസ്ലേഷനിലേക്ക് ഒരു പ്രവേശന കവാടം, അതിൻ്റെ ഒരു പ്രാരംഭം എന്നൊക്കെയാണ് നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതിൻ്റെ മൊഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നല്ല ഒരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും അറബിയിലും. അൽ വഹ്ദത്തുൽ ഊല, 1ാമത്തെ യൂണിറ്റ് 1, മൊഡ്യൂൾ 1, മുഖദ്ദമത്തുൻ ലിഫന്നി തർജമ, ഇൻട്രൊഡക്ഷൻ ടു ട്രാൻസ്ലേഷനിലേക്കുള്ള ഒരു മുഖവുര, ആമുഖം എന്നൊക്കെ പറയാം. അത്തർജമതു വതഅരീഫുഹ വഅൻവാഉഹ മഅൽ അംസില. അത്തർജമ ട്രാൻസ്ലേഷൻ, വതഅരീഫുഹ അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം, വഅൻവാഉഹ അതിൻ്റെ വിഭാഗങ്ങൾ, ടൈപ്സ്, മഅൽ അംസില വിത്ത് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളോടുകൂടെ. അൽ ഫുറൂഖു ബൈന തറാക്കീബ് അൽ അസാസിയ. അൽ ഫുറൂഖ് വ്യത്യാസങ്ങൾ, ഡിഫറൻസസ്, ബൈന തറാക്കീബിൽ അസാസിയ അടിസ്ഥാനപരമായ ഘടനകൾക്കിടയിലുള്ള, ബേസിക് സ്ട്രക്ചറിലുള്ള വ്യത്യാസങ്ങൾ. ഫി ജുമലിൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷാ ജുംലകളിൽ, അറബി ഭാഷാ സെൻറ്റൻസുകളിൽ. വൽ മലയാളമീയ വൽ ഇംഗ്ലീസിയ ഇംഗ്ലീഷ്, മലയാളം, അറബി ഭാഷകളിലെ അടിസ്ഥാനപരമായ ഘടനകളിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നും ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ദൗറുൽ മുതർജിം അൽ ഇജ്തിമാഇ, ഒരു മുതർജിമിൻ്റെ, ഒരു ട്രാൻസ്ലേറ്ററുടെ സാമൂഹ്യപരമായ പങ്കെന്താണ്, സോഷ്യൽ റോൾ ഓഫ് ട്രാൻസ്ലേറ്റർ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ആദ്യത്തെ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. മുഖദ്ദമത്തുൻ ഇലാ ദിറാസാത്തി തർജമ. മുഖദ്ദമ എന്ന് പറയുന്ന മുഖവുര. ഇലാ ദിറാസാത്തി തർജമ, ട്രാൻസ്ലേഷൻ്റെ പഠനങ്ങളിലേക്കുള്ള. അത്തർജമത്തു, തർജമ എന്നത് തർജമ എന്നാണ് കേട്ടോ, ഫഅലല പോലെയാണ് തർജമ. അഹദുൽ അൻഷിതത്തുൽ ബശരിയ, മനുഷ്യൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. അല്ലത്തി എങ്ങനെയുള്ളതാണത്, ഉജിദത് അത് കണ്ടു കാണപ്പെടുന്നു. ഓക്കെ, അല്ലത്തി എങ്ങനെയുള്ളതാണ്, വുജിദത്ത് അത് കണ്ടു കാണപ്പെടുന്നു. മുൻദുൽ ഖിദം പണ്ട് മുതലേ ഈ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതായത് മനുഷ്യൻ ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. വ തുഅദ്ദു എണ്ണപ്പെടുന്നു. അത്തർജമ വസീലത്തുൻ, ഒരു വസീലത്തുൻ മുഹിമ്മത്തുൻ, ഒരു പ്രധാനപ്പെട്ട പാതയായിട്ട്, ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ട്. ലിതഹ്ഖീഖി തവാസുൽ, ആശയവിനിമയം, പരസ്പരമുള്ള ആശയവിനിമയത്തെ യാഥാർത്ഥ്യമാക്കാൻ. ബൈന മുജ്തമഇൻ വ ആഖർ, ഒരു സമൂഹത്തിൻ്റെയും മറ്റു സമൂഹങ്ങളുടെയും ഇടയിലുള്ള ആശയവിനിമയത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വസീലയായിട്ട്, ഒരു ടൂളായിട്ട്. വബൈന അഷ്ഖാസിൻ വ ആഖരീൻ, അതുപോലെ തന്നെ വ്യക്തികൾ പരസ്പരമുള്ള ആശയവിനിമയത്തിന് വേണ്ടിയിട്ടും. വയഖൂലുൽ മൗല അസ്സ വജല്ല ഫി മുഹ്കമി ആയാതിഹി, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹന്നാസു, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാ, നാം ആക്കി, കും നിങ്ങളെ നാം ആക്കി, ശുഊബൻ വ ഖബായില, ഗോത്രങ്ങളും സമൂഹങ്ങളും ആക്കിയത്, സമുദായങ്ങളൊക്കെ ആക്കിയത്. ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയാണ്, തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും തഖ്വയുള്ളവരാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു സൂക്ഷ്മജ്ഞനും അറിയുന്നവനുമാകുന്നു.
വഖ്തിലാഫു ലുഗാത്തിന്നാസി, ജനങ്ങളുടെ ഭാഷ വ്യത്യാസപ്പെടുക എന്നത് മിൻ ആയാത്തില്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ട കാര്യമാണ്, അത്ഭുതങ്ങളിൽപ്പെട്ടതാണത്. ഹൈസു യഖൂൽ, അത് അള്ളാഹു പറയുന്നുണ്ട്, വമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, ഖൽഖുസ് സമാവാതി വൽ അർദ്, ഭൂമിയും ആകാശങ്ങളുടെയും സൃഷ്ടിപ്പ്. അതിൻ്റെ കൂടെ ഇത്രയും വലിയ അത്ഭുതമായ ദൃഷ്ടാന്തങ്ങളായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് പറയുന്നത് വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ഭാഷകൾ വ്യത്യാസപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങൾ അത് വ്യത്യസ്തമായത് വ്യതിരിക്തമായത് അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിൽ ആലിമീൻ, തീർച്ചയായും ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി തർജമ എന്നുള്ള വാക്കിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അവിടെ കലിമത്തും ഫിൽ ലുഗ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കത് അത്തർജമത്തു ഫിൽ ലുഗ എന്നാണ് വേണ്ടത്. അതായത് ഭാഷാപരമായി തർജമ എന്നത് കൊണ്ട് എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്. കലിമത്തു തർജമ എന്നുള്ള വാക്ക് അലാ വസ്നി ഫഅലല, ഫഅലല എന്ന് നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് തർജമ എന്നാണ് ഉച്ചരിക്കേണ്ടത്. വഹിയ മസ്ദറു ഫിഅലി തർജമ, തർജമ എന്നുള്ളതിൻ്റെ ഫിഅലിൻ്റെ മസ്ദറാണ് ഏത്? തർജമ, തർജമ എന്നുള്ള പദം. അല്ലദി അലാ വസ്നി ഫഅലല. അപ്പോൾ ഫഅലല യുഫഅലിലു, തർജമ യുതർജിമു എന്നുള്ളതിൻ്റെ മസ്ദറാണ് തർജമ. വൽ ജംഉ ഹുവ തറാജിം, തർജമ എന്നുള്ളതിൻ്റെ ജംഅ് ബഹുവചനം തറാജിം എന്നാണ്. വസ്മുൽ ഫാഇലി മിൻഹ, ആ ഫിഅലിൽ നിന്നുള്ള ഇസ്മുൽ ഫാഇൽ വരിക മുതർജിം എന്നായിരിക്കും. തർജമ യുതർജിമു തർജമതൻ ഫഹുവ മുതർജിമുൻ. അതുപോലെ തന്നെ വത്തർജുമാൻ, തർജുമാൻ എന്നും പറയും ട്രാൻസ്ലേറ്റർക്ക്. വലിത്തിൽക്കൽ കലിമ, ആ പദത്തിന് ഉണ്ട് അക്സറ മിൻ മഅനൻ, ഒന്നിലധികം അർത്ഥങ്ങൾ, ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ. ഫഹിയ, ആ പദം, തഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു, തിബിയാൻ വൽ ഇസ്തിദാഹ് വത്തിബിയാൻ. തിബിയാൻ തന്നെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് പിന്നെ ഒരു കാര്യത്തെ വിശദീകരിക്കുക, അതിനെ വ്യക്തമാക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. വഫി മവാദിഇൻ ഉഖ്റ, ചില സ്ഥലങ്ങളിൽ തഅനി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത്തഅറുഫ്, പരിചയപ്പെടലാണ്, അലാ സീറത്തി അഹദിൽ അഷ്ഖാസ്, ഏതെങ്കിലും വ്യക്തിത്വങ്ങളുടെ ഓട്ടോബയോഗ്രഫി, അതിന് നമ്മൾ തർജമ എന്ന് പറയും അല്ലേ. തർജമത്തു APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി. വഹദീസൻ, ഈ അടുത്ത കാലഘട്ടത്തായിട്ട് അസ്ബഹത്തി തർജമ, തർജമ എന്നുള്ള ആ പദമായി തീർന്നു. തെത്തിമ്മു എന്ന് പറയുമോടെ അലാ നിതാഖിൻ ഔസ, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വസ്സബബു, ഇതിൻ്റെ കാരണം ഹുവ കസ്റത്തു വസായിലുൽ ഇത്തിസാലാത്ത്, ആശയവിനിമയങ്ങളുടെ ഉപാധികൾ ധാരാളമായതാണ്. ബൈനദ്ദുവലി വൽ മുജ്തമആത്ത്, രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും ഒക്കെ ഇടയിലുള്ള ആശയവിനിമയത്തിൻ്റെ മാർഗങ്ങൾ ഒരുപാടുണ്ടായി എന്നതിൻ്റെ കാരണമായിട്ട് തർജമ എന്നുള്ള പദം കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഫനഹ്നുൽ ആൻ, നമ്മൾ കാര്യമെടുത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ യുംകിനുന, നമുക്ക് സാധിക്കും, അത്തവാസുൽ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, മഅ അഷ്ഖാസിൻ, ആളുകളോട്, ഫി തുവലിൻ, രാഷ്ട്രങ്ങളിലുള്ള, പല രാഷ്ട്രങ്ങളിലുമുള്ള, തബ്ഉദു, ആ രാഷ്ട്രങ്ങൾ വിദൂരമാകുന്നു, അന്നാ, നമ്മളെ തൊട്ട്, ബി ആലാഫിൻ മിനൽ കിലോമീറ്ററാത്ത്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന രാഷ്ട്രങ്ങളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും. മിൻ ഖിലാലി എന്ന് പറഞ്ഞാൽ ത്രൂ എന്നുള്ള അർത്ഥം, ലൂടെ, ശബക്കത്തിൽ ഇൻ്റർനെറ്റിലൂടെ, ഫി ലുഗാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ ഭാഷകളിൽ, അബറ തത്ബീഖാത്തിൻ മുഖ്തസ്സ, പ്രത്യേകമായ ആപ്ലിക്കേഷനുകൾ വഴിയായിട്ട്. തത്ബീഖാത്ത് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് കേട്ടോ. ഓക്കെ, ഇനി അത്തഅരീഫുൽ ആമു ലിത്തർജമ, തർജമയുടെ മൊത്തത്തിൽ പോപ്പുലറായിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് പറയപ്പെടുന്ന ഡെഫിനിഷൻ എന്താണ്, അതിൻ്റെ നിർവചനം എന്താണ്? ഹിയ, അത്, അമലിയത്തുൻ, ഒരു പ്രവർത്തനമാണ്, നഖ്ലുൽ മഅന, അർത്ഥത്തെ നീക്കുന്ന, മിൻ ലുഗത്തിൽ മസ്ദരി ഇലാ ലുഗത്തിൽ ഹദഫ്, ലുഗത്തുൽ മസ്ദറിൽ നിന്ന് ലുഗത്തുൽ ഹദഫിലേക്ക് അർത്ഥത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയക്കാണ്, പ്രവർത്തനത്തിനാണ്
പൊതുവെ തർജമ എന്ന് പറയലുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ലുഗത്തുൽ മസ്ദർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഷയിൽ നിന്നാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനാണ് പറയുന്നത്. ലുഗത്തുൽ ഹദഫ് നമ്മൾ ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതാണ്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലുഗത്തുൽ മസ്ദറാണ്, അതിൽ നിന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. ഏതിലേക്കാണ് തർജ്ജമ ചെയ്യുന്നത്? മലയാളത്തിലേക്ക്. അപ്പോൾ മലയാളം ലുഗത്തുൽ ഹദഫാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ പറയാം, ഇംഗ്ലീഷ് ഇപ്പോൾ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, അതിനാണ് എന്ത് പറയുക? തർജ്ജമ എന്ന് പറയാം. ഇനി തആരീഫ്, നിർവചനങ്ങൾ, ഖുബറാഇ, അഗ്രഗണ്യരുടെ ഇൽമി തർജ്ജമ, ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടുള്ള അഗ്രഗണ്യരായ ആളുകളുടെ അവരതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുകൂടി നമുക്ക് നോക്കാം. യഖൂലു ന്യൂമാർക്ക് എന്ന് പറഞ്ഞ പണ്ഡിതൻ പറയാണ്, അത്തർജ്ജമ ഏകദേശം എല്ലാവരുടെയും ഡെഫിനേഷനൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ പദപ്രയോഗങ്ങളിൽ മാത്രം. ആശയപരമായി നോക്കുമ്പോൾ അതൊക്കെ ഒന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരാം. ഹിയ, അത് മഹാറത്തുൻ, കഴിവാണ്, തതമസ്സലു, അത് പിന്നെ എന്താണ് അതിലൂടെ അറിയിക്കുന്നത്? ഫി മുഹാവല, ഒരു പരിശ്രമമാണ്, ഇഹ്ലാലി റിസാലത്തിൻ, ഒരു മെസ്സേജ് കൊടുക്കുക, ഔ ബയാനിൻ മക്തൂബിൻ, ഒരു മെസ്സേജിനെ നമ്മൾ കൊടുക്കുക, ഔ ബയാൻ മക്തൂബിൻ, അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു കാര്യം, ബിഹ്ദൽ ലുഗാത്ത്, ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതപ്പെട്ട എന്തിനെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുക എന്നുള്ളതിനാണ് തർജ്ജമ എന്ന് പറയാം എന്ന് ആര് പറഞ്ഞു? ന്യൂമാർക്ക് പറഞ്ഞു. ഇനി കാറ്റ്ഫോർഡ് എന്ന് പറയുന്ന പണ്ഡിതൻ എന്താ പറഞ്ഞത്? അത്തർജമത്തു ഹി അമലിയത്തു ഇഹ്ലാലി നസ്ൽ മക്തൂബ് ബിഹ്ദൽ ലുഗാത്തി ഇലാ നസ്ൻ യുആദിലുഹു ബിലുഗത്തിൻ ഉഖ്റ, ഒരു ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യത്തെ അതിന് തത്തുല്യമായ മറ്റൊരു ഭാഷയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് തർജ്ജമ എന്ന് പറയുന്നത്. ഓക്കെ, ഒക്കെ ആശയപരമായ ഒന്ന് തന്നെയാണ്. അപ്പോൾ ന്യൂമാർക്ക് എന്താ, കാറ്റ്ഫോർഡ് എന്താ പറഞ്ഞതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഓർമ്മിച്ച് വെക്കുക. ഇനി അൽ അനാസർ, അടിസ്ഥാനങ്ങൾ, അവിൽ മുസ്തലഹാത്ത്, അല്ലെങ്കിൽ സാങ്കേതിക പരമായ പദങ്ങൾ, അൽ അസാസിയ, അടിസ്ഥാനപരമായ സാങ്കേതിക പദങ്ങൾ. അതായത് നമ്മൾ നിർബന്ധമായിട്ടും തർജ്ജമയിലേക്ക് ട്രാൻസ്ലേഷൻ്റെ ഒരു തുടക്കത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ സാങ്കേതികമായി ഒരുപാട് പദങ്ങൾ പറയപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം അത് അറിഞ്ഞിരിക്കണം. ഫാമിലിയത്തി തർജ്ജമ, തർജ്ജമയുടെ ഈ ഒരു ഭാഗത്ത് ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് അന്നസ്സു, ടെക്സ്റ്റാണ്. ഓക്കെ, ഖിത്അത്തു കിതാബത്തിൻ, എഴുത്തിൻ്റെ ഒരു കഷ്ണം, ഔ കലാമിൻ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ, ഔ അദാഇൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ലിഅമലിയത്തി തർജ്ജമ, തർജ്ജമയ്ക്ക് വേണ്ടി എന്താണോ പറയപ്പെടുന്നത്, എഴുതപ്പെടുന്നത്, അതിനൊക്കെയാണ് നസ്സ് എന്ന് പറയുന്നത്, ടെക്സ്റ്റ്. അന്നസ്സുൽ മസ്ദർ, ഇനി സോഴ്സ് ടെക്സ്റ്റ് അഥവാ അന്നസ് അല്ലദി യുതർജമ മിൻഹു, ഏതിൽ നിന്നാണോ നമ്മൾ തർജ്ജമ ചെയ്യുന്നത് അതിനാണ് സോഴ്സ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അന്നസ്സുൽ മുസ്തഹ്ദഫ് അല്ലെങ്കിൽ അന്നസ്സുൽ മൻഖൂൽ, ടാർഗറ്റ് ടെക്സ്റ്റ്, അതെന്താണ്? അന്നസ് അല്ലദി ഹുവ തർജമത്തുൻ ലിന്നസ്ൽ മസ്ദർ, സോഴ്സ് ടെക്സ്റ്റിൻ്റെ തർജുമ, അത് നമ്മൾ ലഭിക്കുന്ന അതിന് പറയുന്നതാണ് ടാർഗറ്റ് ടെക്സ്റ്റ് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ സോഴ്സ് ടെക്സ്റ്റും ടാർഗറ്റ് ടെക്സ്റ്റും പറഞ്ഞതുപോലെ തന്നെ സോഴ്സ് ലാംഗ്വേജും ടാർഗറ്റ് ലാംഗ്വേജും, അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ട്രാൻസ്ഫർ സ്ട്രാറ്റജിയാണ്. അൽ ഖുത്ത, പ്ലാനിങ്. ഇസ്ത്രാറ്റീജിയത്തുൻ നഖ്ൽ, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ ഖുത്ത, അതെന്താണ്? ഹാദിഹി, ഇത് ഇബാറത്തുൻ, ഒരു അറിയിപ്പാണ്, അൻ ജമീഅ ഖുത്തത്തിൽ മുത്തർജിം, ഒരാൾ, ഒരു തർജുമ, ഒരു ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അയാൾ പ്ലാൻ ചെയ്യുന്നു അതിനൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇത് ഉപയോഗിക്കാം. ഇനി ഒരു ഉദാഹരണത്തിലൂടെ ഇത് വിവരിക്കുന്നുണ്ട്. ഫമസലൻ, ഒരു ഉദാഹരണത്തിന്, ഇതാ കുന്ന ബി തർജ്ജമത്തി വീണപ്പൂവ് നമ്മൾ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ, കുമാരനാശാൻ്റെ ഇലൽ അറബിയ, അറബിയിലേക്ക്, തഹ്ത ഉൻവാനി, ഈ ഹെഡിങ്ങിനടിയിൽ, എന്താണ് ഹെഡിങ്? അസ്സഹ്റത്തു സാഖിത, അസ്സഹ്റ പൂവ്, അസ്സാഖിത വീണ. അപ്പം അങ്ങനെ നമ്മൾ ഒരു വർക്ക് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ വീണപ്പൂവ്, അപ്പോൾ വീണപ്പൂവ് എന്നുള്ളത് അതാണ് നസ്സ്. ഓക്കെ, അന്നസ്സുൽ മസ്ദർ, സോഴ്സ് ടെക്സ്റ്റ് ഏതാണ്? വീണപൂവാണ്. വഅമ്മ സഹ്റത്തു സാഖിത, അതിന് നമ്മൾ സഹ്റത്തു സാഖിത എന്ന് പേര് കൊടുക്കുന്നതോടുകൂടി അത് അന്നസ്സുൽ മൻഖൂലായി, അഥവാ
ടാർഗറ്റ് ടെക്സ്റ്റായി മാറി. അല്ലുഗത്തുൽ മസ്ദർ, ഇവിടെ സോഴ്സ് ലാംഗ്വേജ് ഏതാണ്? മലയാളമാണ്. വല്ലുഗത്തുൽ ഹദഫ്, ടാർഗറ്റ് ലാംഗ്വേജ് ഹിയൽ അറബിയ, അത് അറബിയാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വയർസുമുഹുന, ഇവിടെ വരക്കുന്നു. അൽ മുതർജിമു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള്. ഖുത്തൻ, ഒരു പ്ലാനിങ്. ഫി അമലിയത്തി തർജമതിഹി, അദ്ദേഹം ചെയ്യുന്ന ഈ ട്രാൻസ്ലേഷന് വേണ്ടി. വബിഹ, ആ പ്ലാനിങ് കൊണ്ടാണ്. വഹുവ, അദ്ദേഹം. യുഖർറിറു, തീരുമാനിക്കുന്നത്. അൻ, കുറിച്ച്. കൈഫിയത്തി തർജമതി ഹാദൻ നസ്സ്, ഈ ഒരു നസ്സ് എങ്ങനെ തർജമ ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കുന്ന ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. നൗമൻ അം നസ്റൻ, ഇത് പദ്യമായിട്ട് വേണോ ഗദ്യമായിട്ട് വേണോ? ഇല്ല അറബി, അറബിയിലേക്ക്. ഫഹാദിഹിൽ ഖുത്ത, ഇങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന പ്ലാനുകളെയാണ് തുസമ്മ, പേര് വിളിക്കപ്പെടുന്നത്. എന്ത്? ഇസ്തിറാത്തിയ്യത്തുൻ നഖ്ൽ, ട്രാൻസ്ഫർ സ്ട്രാറ്റജി എന്ന് നമ്മൾ പേര് പറയുന്നത്. പിന്നെ സിഫാത്തുൽ മുതർജിമിൽ ജയ്യിദി, നല്ല ഒരു ട്രാൻസ്ലേറ്ററുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? യജിബു, നിർബന്ധമാണ്. അയ്യുത്ഖിനൽ ലുഗതൈൻ, രണ്ട് ഭാഷകളും നന്നായി അറിയാവുന്ന ആളായിരിക്കണം. ഏത് ഭാഷയിൽ നിന്നാണോ തർജ്ജമ ചെയ്യുന്നത് അതിനെക്കുറിച്ചും, ഏത് ഭാഷയിലേക്കാണോ തർജ്ജമ ചെയ്യുന്നത് അതിനെക്കുറിച്ചും നല്ല വിവരമുള്ള ആളായിരിക്കണം. അയ്യകൂന ദാരിസൻ മുസ്തമിറൻ, നിരന്തരമായിട്ട് പഠിക്കുന്ന ആളായിരിക്കണം. ഈ ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ആളായിരിക്കണം. കാരണം ട്രാൻസ്ലേഷൻ്റെ ഫീൽഡ് ഇങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാളാണ് നല്ല മുതർജിമ. അയ്യകൂന ലഹു, അദ്ദേഹത്തിനുണ്ടായിരിക്കണം. ഇൽമുൻ, അറിവ്. ബിൽ മാദ്ദ, വിഷയത്തെക്കുറിച്ച്. അല്ലത്തി യുരീദു തർജമതഹ, അയാൾ ഉദ്ദേശിക്കുന്ന ട്രാൻസ്ലേഷന് വേണ്ടി ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ് എന്ന് അയാൾക്ക് നല്ല അറിവുണ്ടാവണം. കാരണം ആ വിഷയത്തിൽ ചിലപ്പോൾ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങളുണ്ടാകും. അത് ശരിയായ രൂപത്തിൽ അറിയുന്ന ആൾക്ക് മാത്രമേ അത് നല്ല രൂപത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അരിഫ, അദ്ദേഹം അറിയണം. ബി സഖാഫത്തിൽ ലുഗത്തൈൻ, അദ്ദേഹം രണ്ട് ഭാഷകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചും അറിയുന്ന ആളായിരിക്കണം. അയ്യകൂന അമീനൻ ഫി തർജമതിഹി, അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനിൽ അദ്ദേഹം വിശ്വസ്തനായിരിക്കണം. അയ്യുജീദ തഅബീറ വൽ അദാ, അയാൾ പറയുന്നത് അല്ലെങ്കിൽ അയാൾ എഴുതുകയാണെങ്കിൽ ആ എഴുത്തിൻ്റെ ശൈലികൾ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ അയാൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.